ഇത്തികാഫ് എന്നതിന് പ്രത്യേക ഇത്ര സമയമെന്നോ ഇങ്ങനെ ആവണമെന്നോ ഒന്നുമില്ല. എത്ര കുറഞ്ഞ സമയം ഇത്തികാഫിലാക്കാവാം. ഒരാൾ പള്ളി വന്ന് കൂടിയതുകൊണ്ട് മാത്രം ഇത്തികാഫ് ആവുന്നില്ല. പള്ളിക്ക് ആർക്കും എപ്പോഴും വരാം, അവിടെ ഒന്ന് കിടന്നുറങ്ങാം, അയാൾക്ക് അവിടെ നിന്ന് ഇരിക്കാം, ഖുർആൻ ഓതാം, ഇബാദത്ത് ചെയ്യാം. അതുകൊണ്ട് ഇത്തികാഫ് ആവില്ല. ഇത്തികാഫെ നിയ്യത്തിൽ നമ്മൾ ഇത്ര സമയം ഞാൻ പള്ളിയിലിരിക്കാൻ തീരുമാനിച്ചു, അതാണ് ഇത്തികാഫ്. ഇത്ര സമയം, അത് 10 മിനിറ്റ് ആവാം, അരമണിക്കൂറാവാം, 1 മണിക്കൂറാവാം, 10 മണിക്കൂറാവാം, ഒരു ദിവസമാവാം, രാവും പകലുമാവാം, 10 ദിവസമാകാം, പകലാവാം, രാത്രിയാവാം, എങ്ങനെയുമാവാം. ഏത് സമയവും ഇത്ര സമയം ഞാൻ എൻ്റെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹിൻ്റെ പള്ളിയിൽ ഞാൻ കൂടുകയാണ് ഇത് തീരുമാനിച്ചുറച്ച് പള്ളിയിൽ കയറിയാൽ ആ സമയം വരെ അയാൾ ഇത്തികാഫിലാണ്. അതിനിടയിൽ പിന്നെ ഇത്തികാഫ് മുറിയുന്ന കാര്യങ്ങൾ അയാൾ ചെയ്യാൻ പാടില്ല. ഇതാണ് ഇത്തികാഫിൻ്റെ അടിസ്ഥാനം. അപ്പം നിങ്ങൾ പള്ളിക്ക് വന്നത് 10 ദിവസം മൊത്തം ഇത്തികാഫിരിക്കാനാണോ എങ്കിൽ ഇന്ന് മഗ്‌രിബോട് കൂടി പള്ളിയിൽ കയറി. ഇനി റമദാൻ അവസാനിക്കുന്നവരെ പള്ളിയിൽ തന്നെയാണ്. റമദാൻ അവസാനിക്കുന്ന പറയുമ്പോൾ ഒന്നുകിൽ 29 മാസം കാണുക, 29 വ്യാഴാഴ്ച മാസം കണ്ടാൽ മഗ്‌രിബോട് കൂടി റമദാൻ അവസാനിച്ചു, അപ്പം നമുക്ക് ഇറങ്ങാം. ഇന്നു മാസം കണ്ടില്ല എങ്കിൽ 30-ാം തീയതി വെള്ളിയാഴ്ച കൂടി നോമ്പാകും. അപ്പം അന്ന് മഗ്‌രിബ് വരെ റമദാനുണ്ട്. ആ മഗ്‌രിബോട് കൂടിയാണ് നമ്മുടെ റമദാൻ അവസാനിക്കുക. അപ്പോഴാണ് നമ്മുടെ ഇത്തികാഫും അവസാനിക്കുക.